ഇന്ന് റാഗി പൊടി കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഡ്രിങ്ക് ഷുഗർ പേഷ്യൻറ്റിനും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഒരുപോലെ പ്രയോജനമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഉപകാരപ്പെടുന്ന ഈ ഒരു ഡ്രിങ്ക് ദിവസവും ഒരു ഗ്ലാസ് വെച്ചിട്ട് കുടിച്ചാൽ മതിയേ. അപ്പോൾ റാഗിയും ഈത്തപ്പഴവും ക്യാരറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഈ ഡ്രിങ്ക് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 2 സ്പൂൺ റാഗി പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വറുത്ത റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് സമയം വേണം കേട്ടോ അതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ റാഗിയിൽ ഒരുപാട് നാരുകളും ഫൈബറും കാൽസ്യം ഇരുമ്പും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പോഷക മൂല്യമുള്ള ഒരു ധാന്യമാണ് ഈ റാഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മളിവിടെ നന്നായിട്ട് കട്ടയില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ റാഗിയുടെ മിക്സില്ലേ അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കി കുറുക്കി എടുക്കുക കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണേ. കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ. അധിക സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറായി കിട്ടും. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ റാഗി കൊണ്ടുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് അമിതമായിട്ടുള്ള വിശപ്പ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. കാരണം കുറേ സമയം വയറ് നിറഞ്ഞൊരു ഫീലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെയുള്ള ആ ഭക്ഷണം കഴിക്കലൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ടാണ് വെയിറ്റ് ലോസിന് ഇത് വളരെ നല്ലതാണ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഗ്ലൈസമിക്സ് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ളതിനാൽ ഷുഗർ പേഷ്യൻസിന് ഷുഗർ നിയന്ത്രിക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ റാഗി. ദിവസവും ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന്റെ രക്തക്കുറവ് പരിഹരിക്കാനും അതുപോലെ ശരീരത്തിന്റെ ഉന്മേഷത്തിനുമൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതവിടെ തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് കുറച്ച് ക്യാരറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റും ഈത്തപ്പഴവും റാഗിയും കൂടി ചേർന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. ഒക്കെ കുറേശ്ശെ മതി, അധികം ഒന്നും വേണ്ട. അപ്പോൾ ക്യാരറ്റിൽ നിങ്ങൾക്കറിയാലോ വിറ്റാമിൻ എ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ പ്രതിരോധശേഷി കൂട്ടാനുമൊക്കെ വളരെ നല്ലതാണ് ക്യാരറ്റ്. കൂടാതെ ഇതിലുള്ള ആന്റി ഓക്സിഡന്റുകൾ സ്കിൻ ഗ്ലോ ആവാനും സഹായിക്കും കേട്ടോ. ഞാനിതിൻ്റെ മുന്നേ ഒരു റാഗി കൊണ്ടുള്ള സൂപ്പിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഷുഗർ പേഷ്യൻറ്റിനൊക്കെ വളരെ ഹെൽപ്പായിട്ടുള്ളൊരു റെസിപ്പിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അങ്ങനെ ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ റാഗിയുടെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അത് മുഴുവനായിട്ടും നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിൽ നിന്നും 1/2 കപ്പ് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 6 അല്ലി ഈത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി വേറെ മധുരം ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മുടെ ഈ ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ള മധുരം ഈ ഈത്തപ്പഴത്തിൽ നിന്ന് തന്നെ കിട്ടും. വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്യുന്നവർക്കും ഷുഗർ കുറയാൻ വേണ്ടി നോക്കുന്നവർക്കൊക്കെ ഇങ്ങനെ തന്നെ കുടിച്ചാൽ മതി. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. എന്നാൽ കുട്ടികൾ നന്നായിട്ട് കുടിച്ചോളും. ഇനി നമ്മളിത് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുത്താലും മതി. തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ തേങ്ങാപ്പാൽ കയ്യിൽ ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. ഇനി വേണമെങ്കിൽ മാത്രം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ കൊടുക്കാം. നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ്. ഇനി ഇതാ കുറച്ച് ചിയാ സീഡ്സ് ഞാൻ വെള്ളത്തിൽ ഇത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. സ്കൂള് വിട്ട് വരുന്ന സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് ഇത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. കൂടാതെ ഇത് രാവിലെയോ വൈകുന്നേരമോ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം. ദിവസവും ഇങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കും. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മധുരം ശർക്കരപ്പാനി കൂടെ ചേർത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.